മിഡിൽ ഈസ്റ്റിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കനക്കുന്നതിന്റെ വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് ഇസ്രയേലിന്റെ തെക്കൻ തന്ത്രപ്രധാന നഗരമായ എയിലാറ്റിലേക്ക് യമനിൽ നിന്നുള്ള ഹൂത്തി വിമതരുടെ ശക്തമായ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. പ്രാദേശികമായ സംഘർഷങ്ങൾ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹൂത്തികൾ ഈ വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. ചുവപ്പ് കടലിന്റെ തീരത്തുള്ള ഈ വിനോദസഞ്ചാര തുറമുഖ നഗരത്തിൽ ഒരേ സമയം വൻ ഭീതിയും യുദ്ധസമാനമായ അന്തരീക്ഷവുമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. യമനിലെ തങ്ങളുടെ താവളങ്ങളിൽ നിന്ന് ഹൂത്തികൾ തൊടുത്തുവിട്ട ഡ്രോൺ എയിലാറ്റ് നഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങിയതോടെ നഗരത്തിലുടനീളം അപായ സൈറണകൾ മുഴങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരായി സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി ഓടുന്ന അവസ്ഥയാണ് ഇതിനെ തുടർന്ന് ഉണ്ടായത്. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ നേരിട്ട് പരീക്ഷിക്കുന്നതായിരുന്നു അതീവ വേഗതയിൽ കുതിച്ചുയർന്ന ഈ ഡ്രോണിന്റെ സഞ്ചാരപഥ. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി പ്രഖ്യാപിച്ചു. എയിലാറ്റ് നഗരത്തിന് മുകളിൽ വിനാശകരമായ ആഘാതമുണ്ടാക്കാൻ ശേഷിയുള്ള ഡ്രോണിനെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തങ്ങൾ വിജയകരമായി തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായി സൈന്യം സ്ഥിരീകരിച്ചു. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഒരിക്കൽ കൂടി വിജയം കണ്ടുവെന്നാണ് സൈനിക വക്താക്കൾ അവകാശപ്പെടുന്നത്. ഈ വ്യോമാക്രമണ പ്രതിരോധത്തിന്റെ അതീവ നാടകീയമായ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. രാത്രിയിലെ കരിനീല ആകാശത്തിലേക്ക് ഇസ്രയേലിന്റെ ഇന്റർസെപ്റ്റ് മിസൈലുകൾ ജ്വാലകൾ ചിതറിച്ചുകൊണ്ട് കുതിച്ചുയരുന്നതും ഡ്രോണിനെ വിമാനവിരുദ്ധ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടുന്നതുമായ ദൃശ്യങ്ങൾ ഭീതിയോടെയാണ് ലോകം കണ്ടത്. യഥാർത്ഥത്തിൽ ഈ ഡ്രോൺ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നുള്ളതാണ് മേഖലയിലെ സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ ദിവസം തന്നെ യമനിൽ നിന്ന് ഹൂത്തികൾ തൊടുത്തുവിട്ട 2 തന്ത്രപ്രധാന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പിന്നാലെയാണ് ഈ ഡ്രോൺ ആക്രമണവും ഇസ്രയേലിന് നേരെ ഉണ്ടായത്. ഒരേ സമയം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിന്റെ റഡാർ സംവിധാനങ്ങളെയും വ്യോമ പ്രതിരോധ ശേഷിയെയും ആശയക്കുഴപ്പത്തിലാക്കുക എന്ന കൃത്യമായ സൈനിക തന്ത്രമാണ് ഹൂത്തികൾ ഇവിടെ പയറ്റിയത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ എയിലാറ്റ് നഗരത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് അതിനെ ഹൂത്തികളുടെ പ്രധാന ലക്ഷ്യമാക്കി മാറ്റുന്നത്. ഇസ്രയേലിന്റെ തെക്കേ അറ്റത്ത് ചുവപ്പ് കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖ നഗരം യമനിൽ നിന്നുള്ള ആക്രമണ പരിധിയിൽ നേരിട്ട് വരുന്ന ഒന്നാണ്. ഗാസയിലും ലബനനിലും നടക്കുന്ന ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെയുള്ള പ്രതികാരമെന്നോണമാണ് തങ്ങൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് ഹൂത്തികളുടെ നിലപാട്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ സാമ്പത്തിക സൈനിക കേന്ദ്രങ്ങളെ നിരന്തരം ആക്രമിക്കുമെന്നും ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ചുവപ്പ് കടലിൽ സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള തങ്ങളുടെ പ്രഖ്യാപനം അവർ ഈ ആക്രമണത്തിലൂടെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മേഖലയിൽ ഇറാൻ അനുകൂല അച്ചുതണ്ടിന്റെ സജീവമായ ഏകോപനമാണ് ഈ ആക്രമണങ്ങൾ വഴി പുറത്തുവരുന്നത്. യമനിൽ നിന്ന് ഹൂത്തികൾ ഇസ്രയേലിന്റെ തെക്കൻ മേഖലകളെ ലക്ഷ്യമിടുമ്പോൾ ഇതേ സമയത്ത് തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിൽ ലബനനിലെ ഹിസ്ബുള്ളിയും ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. എയിലാറ്റിൽ സൈറണുകൾ മുടങ്ങിയ അതേ സമയത്ത് തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ നൽകുന്ന ഡ്രോൺ അലേർട്ടുകൾ സജീവമായിരുന്നു. ഇതും സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ലബനീസ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളി അയച്ച ഡ്രോണുകളാണ് അവിടെയും പരിഭ്രാന്തി ഉണ്ടാക്കിയത്. തെക്ക് നിന്നും വടക്കു നിന്നും ഒരേ സമയം ഉയരുന്ന ഈ വ്യോമ ഭീഷണി ഇസ്രയേലിന്റെ പ്രതിരോധ ബഡ്ജറ്റിനും സൈനികർക്കും വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം തുടർച്ചയായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വെറുമൊരു സൈനിക ഭീഷണി മാത്രമല്ല, മറിച്ച് ഇസ്രയേലിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുന്ന ഒന്നാണ്. എയിലാറ്റ് പോലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ നിരന്തരം സൈറണുകൾ മുഴങ്ങുന്നത് അവിടുത്തെ ബിസിനസ് മേഖലകളെയും വിനോദസഞ്ചാര വ്യവസായത്തെയും പൂർണ്ണമായി തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇറാൻ നൽകുന്ന അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും ദീർഘദൂര മിസൈലുകളുമാണ് ഹൂത്തികളെ ഇത്രയും ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ പ്രാപ്തരാക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും യമനിലെ ഹൂത്തികൾക്ക് ഇത്രയും മാരകമായ ആയുധങ്ങൾ എങ്ങനെ ലഭിക്കുന്നുവെന്നത് പാശ്ചാത്യ രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഹൂത്തികളുടെ ഈ തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് ഇസ്രയേൽ എങ്ങനെയെല്ലാമാകും തിരിച്ചടി നൽകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ വരും ദിവസങ്ങളിലെ ഭാവി.
മുൻപ് ഹൂത്തികൾ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ യമനിലെ പ്രധാന തുറമുഖ നഗരമായ ഹൊദൈദയിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വൻ ബോംബാക്രമണം നടത്തിയിരുന്നു. ഈ പുതിയ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യതകളെ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും ചുവപ്പ് കടലിൽ ഹൂത്തികൾക്കെതിരെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഗാസയിലെയും ലബനനിലെയും യുദ്ധം ഉടനടി അവസാനിച്ചില്ലെങ്കിൽ യമൻ ഉൾപ്പെടെയുള്ള മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് ഈ തീപ്പൊരി പടരുകയും അത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. എയിലാറ്റിന് നേരെയുണ്ടായ ഈ വ്യോമാക്രമണം തടയാൻ കഴിഞ്ഞെങ്കിലും ഇസ്രയേലിന് ഇത് പൂർണ്ണമായി ആശ്വാസം നൽകുന്നില്ല. കാരണം വരും ദിവസങ്ങളിൽ കൂടുതൽ മാരകമായ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് തങ്ങൾ വീണ്ടും തിരിച്ചടിക്കുമെന്നാണ് ഹൂത്തികൾ നൽകുന്ന മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെല്ലാം പൂർണ്ണമായും പരാജയപ്പെടുന്ന രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്.